മന്ത്രവാദത്തിന് തയ്യാറാകാത്തതിന്റെ വൈരാഗ്യത്തിൽ ഭാര്യയുടെ മുഖത്ത് അടുപ്പിൽ തിളച്ചുകൊണ്ടിരുന്ന മീൻകറി തട്ടിത്തെറിപ്പിച്ച് പൊള്ളലേൽപ്പിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞുവന്ന ഭർത്താവിനെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം ആയൂർ വഞ്ചിപ്പെട്ടി ഈട്ടിവിള തെക്കേതിൽ വീട്ടിൽ 36 വയസ്സുള്ള റജീല ഗഫൂറിനാണ് പൊള്ളലേറ്റത്. റജിലയുടെ ഭർത്താവ് സജീറിന് കൊല്ലം സെഷൻസ് കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കുകയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകാൻ കോടതി പറയുകയായിരുന്നു. തുടർന്നാണ് സജീറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തത്. ഒക്ടോബർ മാസം 29-ാം തീയതി രാവിലെ 9 മണിയോടുകൂടിയാണ് വീട്ടിലെ അടുപ്പിൽ തിളച്ചുകൊണ്ടിരുന്ന മീൻകറി റജിലയുടെ മുഖത്ത് തട്ടിത്തെറിപ്പിച്ചത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി റജിലയുടെ ദേഹത്ത് സാത്താൻ കൂടിയിരിക്കുന്നുവെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അഞ്ചൽ ഏറത്തുള്ള മന്ത്രവാദിയുടെ അടുത്ത് റജിലയെ സജീർ കൊണ്ടുപോയിരുന്നു. എന്നാൽ അതിനുശേഷം വീട്ടിൽ തിരികെ വന്ന സജീറും ഭാര്യ റജിലയും തമ്മിൽ വഴക്കുണ്ടാക്കുന്ന സമയത്ത് മറുപടി പറയുന്നത് ഇങ്ങനെ: നിന്റെ ദേഹത്ത് സാത്താൻ കൂടിയിരിക്കുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞ് സജീർ വീണ്ടും മന്ത്രവാദിയുടെ അടുത്ത് പോയി എന്തോ ചെയ്തുകൊണ്ടുവന്ന് റജിലയോട് മുടിയഴിച്ചിട്ട് കുനിഞ്ഞിരിക്കാൻ പറയുകയും ചെയ്തു. എന്നാൽ ചെയ്തുകൊണ്ടുവന്ന കൂടോത്രം തനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് റജില വഴക്കുണ്ടാക്കുകയും ചെയ്തു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് അടുപ്പിൽ തിളച്ചുകൊണ്ടിരുന്ന മീൻകറി സജീർ റജിലയുടെ മുഖത്തേക്ക് തട്ടിത്തെറിപ്പിച്ചത്. സംഭവത്തിന് ശേഷം പ്രതി ഒളിവിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം കൊല്ലം സെഷൻസ് കോടതിയിൽ നിന്നും സജീറിന് ജാമ്യം ലഭിച്ചു. തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനു മുൻപിൽ ഹാജരാക്കാൻ പറയുകയായിരുന്നു. ചടയമംഗലം SHO സുനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സജീറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി സംഭവം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. റജിലയുടെ മുഖത്തും ദേഹത്തും പൊള്ളലേറ്റിട്ടുണ്ട്.